ഇനി ഒരു ടെസ്റ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അതിന് ഇവൻ നന്നായി സഹകരിക്കണം. അങ്ങനെ ഒരു ടെസ്റ്റ് അല്ലട മൃഗേ, ഇനി നാടിട്ട് പോയിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിക്കാ. 21 നമ്പർ റൂമിൽ ഡോക്ടർ തരണാംശമുണ്ട്. ഓറെ ഒന്ന് കാണണം. ഓരോരു മനോരോഗ വിദഗ്ധനാ. മാനസരോഗത്തിന്റെ പേടിക്കണ്ട, ആത്മഹത്യ ഭീരുക്കളുടെ ലക്ഷണമാണ്. ഇവൻ ഇനി അതിന് മെനക്കെടില്ല എന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതൊന്നും കാണിച്ചില്ല. ജന്തു, നിനക്ക് എവിടുന്ന് കിട്ടിയ ബുദ്ധി? നീ എന്നെ കുറിച്ച് ആലോചിച്ചിനാ? കാറ്റ് താനെ പറഞ്ഞു അന്നേരം ആട്ടുകൂട്ടി അമ്മിഞ്ഞ് വരൂ. എന്താ പേര്? കവിത. ഓൻ്റെത് ബ്രിഗേഷ്. വയസ്സ് എത്രയായി? SSLC ബുക്കിൽ 40, സത്യത്തിൽ 37 ആയിട്ടുള്ളൂ. കണ്ടാലോ അത്രേ പറയല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? എന്തു പറയാനാ സാറേ? അല്ല, ഓൻ എന്തിന്റെ കേടുണ്ടായിട്ടാന്ന്? മനുഷ്യന്മാരാരെങ്കിലും ചെയ്യുന്ന കാര്യവും ചെയ്ത് അല്ല, ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓൻ എല്ലാത്തിനും കൂട്ടിക്കുന്ന ഓൻ്റെ അളിയനെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണ്ട്. അതാരാ? എൻ്റെ ഓൻ. അപ്പൊ ഇതാരാ? പെങ്ങള് ബബിത, നേരത്തെ പറഞ്ഞില്ലേ? ആ, എന്നാ പെങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് വലത്തേക്ക് പോകുമ്പോ മോർച്ചറിയുണ്ട്. പേടിക്കണ്ട, അതിന് തൊട്ടപ്പുറത്താ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലേ നല്ല ഇലയുടെയും ചായയും കിട്ടും. ഒരെണ്ണം കുടിച്ചിട്ട് ചടേന്ന് പറഞ്ഞ് ഇങ്ങ് വരണ്ട, പതുക്കെ വന്നാ മതി. പുറത്ത് നിന്നാ മതി, ഞാൻ വിളിച്ചോളാം. ഇത് കുറച്ച് സമയം എടുക്കും. ചെല്ലു. പറ മോനെ ബ്രിഗേഷേ, എന്താ നിന്റെ പ്രശ്നം? അവന് സാറേ നാട്ടുകാരാണ് പ്രശ്നം. ഒരാലോചന പോലും സമ്മതിക്കൂല. ഡിവോഴ്സ് ആയത്, 3 തവണ കിട്ടിയത്, 2 കുട്ടികളുള്ളത്, വിധവകള് ഒക്കെ കണ്ടു നോക്കി. എൻ്റെ ബ്രിഗേഷേ, ഈ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ തന്നോട് ആരാ പറഞ്ഞേ? അത് പിന്നെ സാറ് കല്യാണം കഴിച്ചാന്നോ? പിന്നെ 10 വർഷമായി 2 കുട്ടികളുണ്ട്, സുഖമായി ജീവിക്കുന്നു. അത് ശരി, അപ്പം ഞാൻ കെട്ടണ്ട അല്ലേ? അത് ബ്രിഗേഷ് വന്നേ. അതായത് ഇപ്പോൾ നമ്മുടെ മഹാന്മാരുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലേ? ആണ്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കാതെയുള്ള ഉപവാസത്തിലാ. അതൊക്കെ പോട്ടെ, നമ്മുടെ സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ആയിരിക്കണം നിന്റെ ഹീറോ. നിനക്കൊരു പെണ്ണ് കിട്ടുന്നത് വരെ. അതിപ്പോ കാമ്പറത്തെ ദിനേശൻ പീഡിപ്പണിയാ. 25ാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി. കൊള്ളാം. ഒറ്റമ്മ ഷൈജു ലോട്ടറി കച്ചവട 30-നുള്ളിൽ 2 തവണ കിട്ടി. മിടുക്കൻ. പോക്സോ കേസിൽ കുടുങ്ങിയ ദാസമാഷിക്ക് വരെ പെണ്ണ് കിട്ടിക്ക്. ഇവരൊക്കെയാണ് സാറേ എൻ്റെ ഹീറോ. എനിക്ക് പെണ്ണ് വേണം. അല്ല ബ്രിഗേഷെ പറയുന്നേക്ക്. ബ്രിഗേഷെ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, ദാറ്റ്സ് ഓൾ. നിനക്കൊരു പെണ്ണ് വിധിച്ചിട്ടുണ്ടെങ്കിൽ സമയവും സന്ദർഭം ആവുമ്പോൾ ഭൂമി പിളർന്നും തൂണ് പിളർന്നും മതിൽ ചാടിയും വരും. സമാധാനമായിട്ടിരിക്കും. ആ 2 ചായ. ദാ കഴിക്കും. ഇത് കഴിക്കും. ഇതിൻ്റെ ബാക്കി കഴിക്കാൻ എവിടെയോ ഒരു പെണ്ണ് നിന്നെയും കാത്തിരിപ്പുണ്ട്. കഴിക്കും. കഴിച്ചോ? ബ്രിഗേഷ് ഡിസ്ചാർജ് വീട്ടിലെത്തിയിട്ടാ. ഞാൻ പണിക്കോടത്ത് വിളിച്ചിക്കങ്ങളാ. എന്താണ് ഇനി നേരത്തേക്ക് പോകുന്നത്? ഞാൻ കുറേ സ്ഥലം അങ്ങോട്ട് പോത്ത്. ആടുന്ന് ഒഴിവാക്കിയാ? ഗ്യാസിന്റെ പ്രശ്നം. ഏടുന്നാ വരുന്നു, ഏടുന്നാ പോകുന്ന തിരിയുന്നില്ല. അല്ലടാ, ഇങ്ങ അതിൻ്റെ ഇതുകൊണ്ടല്ലേ തുണിപ്പൊടിയൊന്ന് ഒഴിവാക്കിയത്? ഇതിനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചാൽ ഇനിയൊരു പണിക്ക് പോകും. കൂട്ടാനെന്നല്ലേ? ചോറിന് കൂട്ടാൻ 50 രൂപയ്ക്ക് 2 അയില മതി, നല്ല രസമുണ്ടാവും. ഞാൻ വാങ്ങിയിട്ടില്ല. കഞ്ഞാടുണ്ട്, പപ്പടും വേണേ ചുട്ടു തിന്നോ. ഓ, ധാരാന്ന്. എന്താ ആ പിന്നെ അല്ലാണ്ട് ഞാൻ ഉണ്ട്. ആ ആശ്രമത്തിലേക്കല്ലേ, വെറുതെ വിളിക്കില്ല. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി വേഗം വരാട്ടാ പോയിട്ട്. ബാബുവാ, ഇന്ന ഗോപാലിന് പറ്റിയ പെണ്ണടുങ്ങണ്ട കാലം വെച്ച് നോക്ക്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കൂടി ചെക്കനെ തച്ചു കൊല്ലും.
ഗോവാൻ ലിംഗാച്ചാരം തുടങ്ങി അപ്പം നമുക്ക് ചോറാക്കി ഗോവാനാ ഇയാള് ചോറിനടാ. എടാ ഒച്ചുണ്ടാക്കാണ് സാധനം ഇറക്കിയിട്ട് പ്രാർത്ഥനയുടെ അമ്മ പിന്നെ ഇവിടെ പ്രത്യേക പൂജയുള്ള ഈടെ മെമ്പർഷിപ്പ് കിട്ടുമോ നോക്കണം കേട്ടാ. എടാ ബാബുവാ ഇയ്യേ ഇന്നും കൂടെ ഇവിടെ പണിയുള്ളൂ കേട്ടോ. വൈകുന്നേരം പൈസ കണക്കൂട്ടി വാങ്ങാനുള്ളതാ. ഇജ്ജി വെറുതെ സ്വീപ്പുണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നാ ഞാനിവിടെ പണിക്കൊന്നൊന്നല്ല, ബ്രിഗേഷിന് ഒരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഓനെ നോക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ, നല്ലോണം നോക്കണം. ഈറ്റൊക്കെ ദാസഭവം ഒരു പണിക്കും വേണ്ട, തിന്നുക പ്രാർത്ഥിക്കുക, തിന്നുക പ്രാർത്ഥിക്കുക. നല്ല ആരോഗ്യല്ലേ. അതെ ഒരു കക്കാൻ വേണ്ടി പോകുന്നല്ലോ, വെറുതെ അല്ല എനിക്ക് പെണ്ണിട്ടാത്ത്. എന്ത് പാട്. എല്ലാരും എടുക്ക്, എല്ലാരും എടുത്തോണ്ടോ. എല്ലാം പച്ചപ്പഴം. അടുക്കളക്കാരികളെ അടുക്കളക്കാരികളെ നമസ്കാരം. അതെ, നിങ്ങളിപ്പോൾ ടോട്ടൽ സന്യാസിമാർ എത്ര പേരുണ്ട്? 47. ഞാൻ എല്ലാവരും ഒന്നും കണ്ടിക്കില്ല. പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല, പുറത്തുനിന്ന് ആരും. അയ്യോ, സത്യം പറയാലോ, എനിക്ക് സന്യാസാവാൻ ഇഷ്ടം. പക്ഷെ അച്ഛന് വലിയ ഇഷ്ടമല്ല. സന്യാസിയാകുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നും എടുക്കാതെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടല്ല. അതെ, കുറച്ച് വെള്ളം തരുക, കഞ്ഞീര വെള്ളം, കുറച്ച് ഉപ്പിട്ടിട്ട് ദേശം അച്ചാറും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുടിച്ച അവർ എനർജിയാണ്. അമ്മോ നല്ല പൊരി. അതെ, സാമ്യം പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല. എൻ്റെ പൊരി നോക്കടാ 115. മിണ്ടല്ലടാ. എനക്കിപ്പോൾ പീടികയിൽ 10 റുപ്യേൻ്റെ കച്ചവടം നടക്കുന്ന ടൈമാണ്. ആ നേരത്താണ് നിൻ്റെ കൂടെ പെയിൻ്റ് വരക്കാൻ നടക്കുന്നത്. അതിന് ഇന്നെ ആരാ വിളിച്ചേ? എന്നോട് ഡോക്ടർ പറഞ്ഞല്ലേ എന്നെ നോക്കണമെന്ന്. നീ ചാവുന്നു എന്തല്ലോ പറഞ്ഞില്ല. എടാ എനക്കൊരു 10 എവറിയൊത്ത് ഇങ്ങോട്ട് എടുത്താൽ മതിയേനു. ഈടെ ആകുമ്പോൾ നല്ല കച്ചവടം നടക്കും. ഈടെ ആരും ഇടുന്നില്ല എന്ന് എനക്കൊന്ന്. എന്റെ കച്ചവടം ഒന്നും ഇവിടെ നടക്കൂല. ഇവിടെ സിസ്റ്റം വേറെയാ. വെള്ളം കുടിക്കടാ. അടിച്ചോ എന്നാ വേണ്ടേ? വെള്ളം മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ പറ്റി? വെള്ളം വേണം.